നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ പാമ്പിൻകുട്ടി വന്ന് ജനിക്കാനായിരുന്നു ഇതിന്റെ യോഗം. കഷ്ടമായിപ്പോയി. അവള് താങ്ങ കേട്ടല്ലോ. നിന്നെ എന്നെയും കുറിച്ച. അതെ, നിന്നെ അവക്ക് പരമ പുച്ഛം. ഒരു ഭൂലോക മരമണ്ടനായിട്ടാ നിന്നെ അവള് കണ്ടിരിക്കുന്നത്. ഇങ്ങനെ രൂക്ഷമായ മട്ടില് സംസാരിച്ച മാത്രം പോരെ. ഇടയ്ക്കിടയ്ക്ക് അവളുടെ കാരണം നോക്കി ഓരോ പൊട്ടീരും കൊടുക്കണം. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നിങ്ങള്? കാർത്തി മൂർത്തി ഒരമ്മ നടക്കുന്നു. നിങ്ങൾ നല്ലതായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അത് ഞാനെന്ത് ചെയ്തു? ചേടാ, മൈഥിലി ആ ലക്ഷണം കെട്ടവന്റെ കൂടെ പോയതിന് ഞാനെന്ത് കുറ്റം ചെയ്തു? നിങ്ങളും കൈ കഴുകാൻ നോക്കണം. ദേ മോനെ, വൈശാഖും മൈഥിലിയും തമ്മിലുള്ള അടുപ്പം നിങ്ങൾക്കും അറിയാമായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പൊ അങ്ങ് സമ്മതിച്ചു തന്നേനെ. നിന്റെ ഭാര്യയെ ഞാൻ സംശയിച്ചു എന്ന് കരുതി നീ ആദ്യം എന്നെ ചവിട്ടി പുറത്താക്കിയനെ. ഭാര്യ പതിവ്രതാരത്നമല്ലേ, കുലസ്ത്രീ. സാക്ഷാൽ സീതാദേവിയുടെ പേരല്ലേ അവക്ക്. മിഥിലയുടെ മകൾ മൈഥിലി. എന്റെ സംശയം 2 3 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതുവാ. അപ്പോഴൊക്കെ നീ താക്കീത് ചെയ്തത് എന്നെയാ. ഓർക്കുന്നുണ്ടോ നീ? മൈഥിലിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു കാർത്തി. അതിനാ സാവിത്രി ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. എന്താ അമ്മ ഇത്? വയ്യാത്തൊരാൾക്ക് ഒരു ചായ വാങ്ങി കൊടുക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? അതിനമ്മ എന്തിനാ വൈശാഖിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഇവൻ നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ആളല്ലേ. എടാ, ഭാര്യയായാലും ആരായാലും അവരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിലേ ദേ ഇങ്ങനെ ഇരിക്കും. പിന്നെ നീ വലിയ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ. പക്ഷേ സ്വന്തം ബെഡ്റൂമിൽ നടന്ന ക്രൈം നീ കണ്ടുപിടിച്ചില്ല. നിന്നെയൊക്കെ മിണ്ടരുത്. എന്റെ തകർച്ചയിൽ നിങ്ങൾക്കും വലിയൊരു പങ്കുണ്ട്. ഇറങ്ങിപ്പോ. എടാ, ഇറങ്ങിപ്പോൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.